ഹായ് എവരിവൺ, ഐ ആം ബാക്ക്. ആദ്യമായി ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞേക്കാം. ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഇനി അങ്ങോട്ട് ഇടുന്ന മിക്ക വീഡിയോസും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിരിക്കും. എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഞാൻ റിയൽ ലൈഫിൽ കാണുന്ന കുറച്ച് അല്ലെങ്കിൽ കേൾക്കുന്ന കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളും അതിനെ പറ്റിയിട്ട് ഞാൻ അന്വേഷിച്ച് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവാം. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഈയിടെ കണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിമ്മിൽ ഒരു ചേച്ചീൻ്റെ അടുത്ത് ഒന്നൊരു കാര്യം ചോദിച്ചു. അതായത് ചേച്ചിയുടെ ആരോ പറഞ്ഞു എന്ന്, പുള്ളിക്കാരി എബോവ് 30 ആണ്. അപ്പോൾ ആരോ പറഞ്ഞു എന്ന് എബോവ് 30 ഇയേഴ്സ് ഉള്ള വിമൻസ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പാടില്ല എന്ന് ആരോ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത്. അതായത് വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ ബോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ തേയ്മാനം പോലത്തെ പ്രശ്നങ്ങൾ വരും എന്നുള്ള രീതിക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഒന്നിങ്ങനെ ചോദിച്ചു, ഈ ചോദ്യങ്ങൾ എത്ര പേർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇതേപോലത്തെ മിത്ത് എത്ര പേര് ഇതേപോലെ സ്പ്രെഡാക്കി നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഈ വീഡിയോ ഇടാനുള്ള ഒരു മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഈ സൊസൈറ്റിയിൽ ജിമ്മിലും ഹെൽത്തിലും ഫിറ്റ്നസ്സിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ലേഡീസാണ്, വിമൻസാണ്. ഓക്കെ, പ്രത്യേകിച്ച് എബോവ് 30. ഈ പുള്ളിക്കാരുടെ അടുത്ത് ഒരാളിങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തുകൊണ്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, എസ്പെഷ്യലി എബോവ് 30 ഏജിലുള്ള ലേഡീസ് എന്തുകൊണ്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ 1-2 റീസൺസ് പറയാം. അപ്പോൾ റീസൺ നമ്പർ 1, ഓക്കെ, ഒരു 30 വയസ്സിന് മുകളിലോട്ട് ആകുമ്പോൾ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസും ചെയ്യാത്ത വിമൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് മസിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 8% പെർ ഡെക്കേഡ്, 10 വർഷത്തിൽ അവർ ടോട്ടൽ ശരീരത്തിലെ 3 തൊട്ട് 8% വരെ മസിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കും, റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് മസിൽ ഡെവലപ്മെൻറ്റ് വേണ്ടി മാത്രമല്ല, മസിൽ സ്ട്രെങ്തനിങ്ങിനും മസിൽ ലോസ് സംഭവിക്കാതിരിക്കാനും നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യും. അപ്പോൾ ഇത് ഒന്നാമത്തെ റീസൺ. കണ്ടിന്യൂസ് വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മസിൽ ലോസ് നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കൺസ്യൂം ചെയ്യാൻ വേണം. റീസൺ നമ്പർ 2, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ മെറ്റാബോളിസം ബൂസ്റ്റ് ആവും. ഇതിനെപ്പറ്റി ഓൾറെഡി വേറൊരു വീഡിയോ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ് ട്രെയിനിങ് ആണോ കാർഡിയോ ആണോ ബെസ്റ്റ് എന്ന ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതായത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെറ്റാബോളിസം ബൂസ്റ്റ് ആവും. മെറ്റാബോളിസം ബൂസ്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫാറ്റ് ബേണിംഗ് കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഒരു 30 ഇയർ കഴിയുന്ന മിക്ക വിമൻസിലും കാണപ്പെടുന്നതാണ്, അവരെത്രത്തോളം ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിച്ചാലും ഒരു പരിധിക്ക് ശേഷം അവർക്ക് ഫാറ്റ് ഡിപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഹോർമോൺസിൻ്റെ ഒരു വേരിയേഷൻ വരുന്നത് കൊണ്ടാണ് മെയിൻലി ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുക. അത് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മെറ്റാബോളിസം ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹോർമോൺസ് ഒക്കെ ബാലൻസ് ആവും. ഈ മെറ്റാബോളിസം ഇൻക്രീസ് ആവുന്നത് എങ്ങനെയാണ്, നമ്മുടെ മസിൽ ടിഷ്യൂസ് നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആവുമ്പോൾ. അതെങ്ങനെ ഇൻക്രീസ് ആവും, നമ്മൾ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോഴാണ് അത് ഇൻക്രീസ് ആവും. അതെങ്ങനെ ഈ ഫാറ്റ് ബേണിങ്ങിൽ സഹായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫാറ്റ് സെല്ലിനെയും കാട്ടി ഏറ്റവും കൂടുതൽ കാലറി ബേൺ ചെയ്യാനുള്ള കഴിവ് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ മസിൽ ടിഷ്യൂസിനാണ്. മസിൽ ടിഷ്യൂസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ കാലറി ബേണിങ് സംഭവിച്ചുകൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ റെസ്റ്റിംഗ് മെറ്റാബോളിക് റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, അതായത് ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡൈജഷൻ പോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ബോഡി എത്ര കാലറി യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര കാലറി നമ്മുടെ ശരീരം ബേൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് റെസ്റ്റിംഗ് മെറ്റാബോളിക് റേറ്റ്. ഈ റെസ്റ്റിംഗ് മെറ്റാബോളിക് റേറ്റ് ഇൻക്രീസ് ആവും എപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ബോഡിയിലെ മസിൽ ടിഷ്യൂസ് ഇൻക്രീസ് ആവും. സ്റ്റഡീസിൽ പറയണമെന്ന് വെച്ചാൽ, റെഗുലറായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരിൽ റെസ്റ്റിംഗ് മെറ്റാബോളിക് റേറ്റ് RMR എന്നുള്ളത് 5 to 7% ഇൻക്രീസ് ആവുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സോ നമ്മൾ റെസ്റ്റിങ്ങിലായിരിക്കുമ്പോഴും
നമ്മുടെ ബോഡി കാലറീസ് ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലറി ബേൺ ചെയ്യും തോറും നമ്മുടെ ഫാറ്റ് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോഡിക്കകത്തുള്ള ഫാറ്റിൻ്റെ ഡിപ്പോസിഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇതിൻ്റെ കൂടെ വെയിറ്റ് ട്രെയിനിങ്ങും കൂടെ വീണ്ടും ഞാൻ എടുത്ത് പറയാം, നമ്മുടെ ഫുഡും ന്യൂട്രീഷൻസും ബാലൻസ്ഡ് ആയിരിക്കണം. റീസൺ നമ്പർ 3, അതാണ് മെയിൻ അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത്. എബോവ് 30 ആകുമ്പോഴത്തേക്കും മെനോപോസ് കാരണം നമ്മുടെ ലേഡീസിൻ്റെ ശരീരത്തിൽ ഹോർമോൺസ്, ഈസ്ട്രജൻ എന്ന ഹോർമോൺസ് റെഡ്യൂസ് ആവും. ഓക്കെ, ഈ ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് ബോൺ ഡെൻസിറ്റിയുടെയും ബോൺ ഹെൽത്തിനും ഒരു മേജർ റോള് ശരീരത്തിൽ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി വുമൻസിൻ്റെ ബോണിൻ്റെ ഡെൻസിറ്റിയും തിക്നെസ്സും ഒക്കെ കുറവാണ്. ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയം നമ്മൾ മസിലിൻ്റെ കോൺട്രാക്ഷൻ സമയത്ത് ഈ മസിൽസിൻ്റെ കോൺട്രാക്ഷൻ വഴി ബോണിന് എക്സ്ട്രാ പ്രഷർ കൊടുക്കുകയും അത് കാരണം ഒരുപാട് ബോൺ ടിഷ്യൂസിനെ ജനറേറ്റ് ചെയ്യുകയും ഈ ബോൺ ടിഷ്യൂസ് ജനറേറ്റ് ആവുമ്പോൾ നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി കൂടുകയും ബോണിൻ്റെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഈ ബോണിൻ്റെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ആവുക മാത്രമല്ല, ഓസ്റ്റിയോപൊറോസിസ്, തേയ്മാനം പോലുള്ള അസുഖങ്ങൾക്ക് റിസ്ക് കുറവാകും. അതായത് തേയ്മാനം പോലത്തെ അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് വെയിറ്റ് ട്രെയിനിങ്. അടുത്തത് റീസൺ നമ്പർ 4. നമ്മൾ ഈ പറഞ്ഞ വന്ന റീസൺസ് ഒക്കെ കാരണം, അതായത് നമ്മുടെ ഹോർമോൺസ് ബാലൻസ് ആവും, അതേപോലെ തന്നെ മസിൽ മാസ് ഇൻക്രീസ് ആവും, അത് കാരണം നമ്മുടെ മെറ്റാബോളിസം ഇൻക്രീസ് ആവും, നമ്മുടെ ഫാറ്റ് ലോസ് സംഭവിക്കും, ബോണ്ട് സ്ട്രെങ്തനിങ് ആവും. ഇതൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ സംഭവിക്കുന്നതാണ് നമ്മുടെ അകത്തുള്ള ഹാപ്പി ഹോർമോൺ എന്ന് പറയപ്പെടുന്ന ഡോപ്പമിൻ ഇൻക്രീസ് ആവും. ഡോപ്പമിൻ ഇൻക്രീസ് ആകുമ്പോൾ എന്താവും? ഈ സ്ട്രെസ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന കോർട്ടിസോൾ എന്ന ഹോർമോൺ കുറയും. ഈ കോർട്ടിസോൾ ഹോർമോൺ കുറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് കുറയും, നമ്മുടെ മെൻ്റലി നമ്മൾ ഹാപ്പി ആവും, ഫിസിക്കലിയും ഹെൽത്തി ആവും, നമ്മുടെ ഉറക്കം റെഗുലറാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ഫിസിക്കലി മാത്രമല്ല, മെൻ്റലി നമ്മൾ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ അതിനും വെയിറ്റ് ട്രെയിനിങ് നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റെഗുലർ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മസിൽ ടിഷ്യൂസ് ജനറേറ്റ് ആവും. ഈ മസിൽ ടിഷ്യൂസ് ജനറേറ്റ് ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേറൊരു ചേഞ്ചാണ് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്നുള്ളൊരു കാര്യം ഇൻക്രീസ് ആവും. അത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതായത് ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങളിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? വെയിറ്റ് ട്രെയിനിങ് കാരണം. അതും വൺ ഓഫ് ദ മെയിൻ റീസണാണ് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം എന്ന് പറയാനായിട്ട്. റീസൺ നമ്പർ 5, പ്രായമാവും തോറും സ്ട്രെസ്സ് കൂടും. പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാർക്ക് അല്ലെങ്കിൽ എബോവ് 30 ഉള്ള വിമൻസിന് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അവർക്ക് ജോലി നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, ഫാമിലി നോക്കണം, കരിയർ എല്ലാം A to Z എല്ലാം നോക്കണം. സ്ട്രെസ്സ് ഉറപ്പായിട്ടും കൂടും. സ്ട്രെസ്സ് റെഗുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സ്ട്രെസ്സ് കൂടുമ്പം ചിലവരൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ മറക്കും. ചിലവരെന്നല്ല, നമ്മൾ എത്ര പേര് നമ്മുടെ വീട്ടിലെ അമ്മമാരടുത്തോ അല്ലെങ്കിൽ ചേച്ചിമാരടുത്തോ സമയത്തിന് കഴിച്ചോ കഴിച്ചില്ലേ, സമയത്തിന് ഉറങ്ങുന്നുണ്ടോ, എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, എന്തൊക്കെ കഴിച്ചു എന്ന് അന്വേഷിക്കുന്നുണ്ട്? അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ, അതായത് സമയത്തിന് കഴിക്കായ്മ, സ്ട്രെസ് ഇൻക്രീസ് ആവുക, കറക്റ്റ് ഉറങ്ങായ്മ, ഇതൊക്കെ വരുമ്പം ഓട്ടോമാറ്റിക്കലി അത് അഫക്റ്റ് ചെയ്യുന്നത് കാർഡിയോ വാസ്കുലർ ഹെൽത്താണ്. അതായത് നമ്മുടെ ഹാർട്ടിനെ ബന്ധിപ്പിക്കുന്ന ഹെൽത്തിനെ അതിന് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് എല്ലാം മാറണം. നമ്മുടെ സ്ട്രെസ്സ് മാറണം, മെൻ്റലി നമ്മൾ സ്റ്റേബിൾ ആവണം, നമ്മുടെ ഹോർമോൺസ് ബാലൻസ് ആവണം. ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ വർക്കൗട്ട്, സ്ട്രെങ്ത് ട്രെയിനിങ്, അതേപോലെ തന്നെ കാർഡിയോ ആക്ടിവിറ്റീസ്, ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് പോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ ഹെൽത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലീനെ നോക്കാൻ പറ്റത്തുള്ളൂ. മെയിനായിട്ട് ഞാൻ പറയാം, നമ്മൾ ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിപ്പറ്റിയുള്ളവർ നമ്മളെ ഹെൽത്തി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. നമ്മൾ ആരോഗ്യത്തോടെ ഇല്ല, നമ്മൾ ഈ പ്രാരാബ്ധം, കുടുംബം, അത് ഇത്, കരിയർ എന്നൊക്കെ പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട്? നമ്മൾ ആദ്യം
സ്വന്തം കാര്യം, സ്വന്തം ഹെൽത്ത് ആദ്യം നേരെയാക്കാൻ നോക്കുക. നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ഹെൽത്തി ആയിട്ടിരിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഓക്കെ ആയിക്കോളും. അപ്പം ഈ പറഞ്ഞതുപോലെ എക്സസൈസ്, വെയ്റ്റ് ട്രെയിനിങ്, അതേപോലെ കാർഡിയോ ആക്ടിവിറ്റീസ്, HIIT പോലത്തെ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് പോലത്തെ ആക്ടിവിറ്റീസ്, ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻക്രീസ് ആവും, കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇൻക്രീസ് ആവും, നമ്മുടെ സ്ട്രെസ്സ് കുറയും, ഷുഗർ, ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങൾ വരാണ്ടിരിക്കും, തേയ്മാനം പോലത്തെ അസുഖങ്ങൾ വരാണ്ടിരിക്കും. ഓക്കെ, അനാവശ്യമായിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് കുറയും. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ 24 മണിക്കൂറിൽ 45 മിനിറ്റ് പെർ ഡേ വെയ്റ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾ അങ്ങോട്ടുള്ള ലൈഫ് അടിപൊളിയായിരിക്കും, ഹെൽത്തി ആയിരിക്കും, സ്റ്റേബിളായിരിക്കും.